എപ്പിസോഡാണിത്. ബദാമിയിൽ വന്ന വിശേഷവും എന്തൊക്കെ കാണാനുണ്ട്, എത്ര ദിവസം വേണം എന്നുള്ളതിന്റെ വിശേഷങ്ങളും ചാലുക്യ രാജാക്കന്മാരുടെ കുലദേവതയും നമ്മൾ കണ്ടു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി തന്നെ ബദാമി കേവ് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അഗസ്ത്യ ലേക്ക്, അപ്പർ ശിവാലയ, ലോവർ ശിവാലയ, ഭൂതനാഥ ടെമ്പിൾ എന്നിവയാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. 6-ാം നൂറ്റാണ്ടിൽ ഗുപ്ത രാജവംശത്തിന്റെയും അവരുടെ തൊട്ടടുത്ത പിൻഗാമികളുടെയും പതനത്തോടുകൂടി വിന്ധ്യരുടെ തെക്ക് പ്രദേശത്ത് ഡെക്കാൻ, തമിഴകം എന്നിവിടങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ചെറു രാജ്യങ്ങളുടെ യുഗം ഈ പ്രദേശത്തെ വലിയ സാമ്രാജ്യങ്ങൾക്ക് വഴിമാറിയിരുന്നു. 543-ൽ 1-ാം പുലികേശി സ്ഥാപിച്ചതാണ് ചാലുക്യ രാജവംശം. പുലികേശി 1-ാമൻ വാദാബി, അതായത് ഇന്നത്തെ ബാൽക്കോട്ട് ജില്ലയിലെ ആധുനിക ബദാമി തന്റെ നിയന്ത്രണത്തിലെടുത്തു. അത് തന്റെ തലസ്ഥാനമാക്കി. ഇതിന് പ്രധാന കാരണം 3 ഭാഗവും ചുറ്റപ്പെട്ട മലനിരകൾ തന്നെ. ഒരു നീണ്ട ഇടനാഴിയിലൂടെയാണ് അഗസ്ത്യ തീർത്ഥത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. ബാക്കി ചുറ്റും പടവുകൾ കെട്ടി മനോഹരമാക്കിയിരിക്കുന്നു. ഇപ്പോ ഇത് ഒരു അലക്കുകാരുടെ കേന്ദ്രമാണ്. 3 ഭാഗവും ഔഷധ സസ്യങ്ങളാൽ സമൃദ്ധമായ മലനിരകളിൽ നിന്നും വരുന്ന വെള്ളം കൊണ്ട് പണ്ട് അഗസ്ത്യ തീർത്ഥത്തിൽ കുളിച്ചാൽ ഏത് രോഗവും മാറും എന്ന് ഇവിടുത്തുകാർ പറയുന്നു. എന്നാൽ ഇന്ന് അലക്ക് സോപ്പിന്റെയും മറ്റും കാരണത്താൽ ഇത് മലിനമാക്കപ്പെട്ടിരിക്കുന്നു. വാദാബി എന്ന തലസ്ഥാന നഗരിയുടെ പ്രധാന ജലസ്രോതസ്സായാണ് ഈ ഒരു തടാകം നിർമ്മിക്കപ്പെട്ടിരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് ബദാമിയിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു മാറ്റമാണ് ഈ മസ്ജിദിന്റെ നിർമ്മാണം. ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച നിരവധി നിർമ്മിതികൾ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മസ്ജിദിൽ നിന്നും ഇറങ്ങാം. ഇതിന് മുന്നിലൂടെ ഉള്ള വഴിയിലൂടെ പോയി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ പറ്റും. അവിടെയാണ് നമുക്ക് മുകളിലേക്ക്, അതായത് അപ്പർ ശിവാലയക്കുള്ള ട്രക്കിംഗ് പോയിന്റ് ഒക്കെ ഉള്ളത്. നമുക്ക് എല്ലമ്മ ടെമ്പിൾ ആണ് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ട് വരുന്നത്. വിഷ്ണുവിന്റെ 6-ാമത്തെ അവതാരമായ പരശുരാമന്റെ അമ്മയാണ് എല്ലമ്മ. രേണുക എന്ന എല്ലമ്മ ദേവിയുടെ ഈ ഒരു അമ്പലം നിർമ്മിച്ചത് 11-ാം നൂറ്റാണ്ടിലാണ്. അതായത് പിന്നീട് വന്ന ചാലുക്യ രാജവംശം. 7-ാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂടർ ബദാമി പിടിച്ചടക്കിയതോടുകൂടി ബദാമിയിലെ ചാലുക്യരുടെ ഭരണം അവസാനിച്ചു. CE 949-ൽ രജപുത്ര രാജവംശത്തിന് കീഴിലുള്ള മാൽവയിലുള്ള പരമാരൻ എന്ന രാജ്യം രാഷ്ട്രകൂടരെ ആക്രമിച്ചു. ഈ സമയത്ത് അധികാരത്തിന്റെ ഒരു ആശയക്കുഴപ്പം നിലവിൽ വന്നു. ഈ സമയം മുതലെടുത്ത് പടിഞ്ഞാറൻ ചാലുക്യർ വീണ്ടും അധികാരം പുനഃസ്ഥാപിച്ചു. ബസവ കല്യാൺ തലസ്ഥാനമാക്കിയാണ് ഇവരുടെ ഭരണം. അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന ചാലുക്യരെ നമ്മൾ കല്യാണി ചാലുക്യർ എന്ന് വിളിക്കുന്നു. അങ്ങനെ എല്ലമ്മ ദേവിയുടെ അമ്പലം കഴിഞ്ഞ് കുറെ ദൂരം നടന്ന് ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച അവധി ആയതിനാൽ ഞങ്ങൾക്ക് ഇതിനകത്തേക്ക് കടക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ബദാമി ഫോർട്ടിനകത്തേക്ക് കിടക്കാം. അവിടെയാണ് നമ്മുടെ അപ്പർ ശിവാലയ, ലോവർ ശിവാലയ ഒക്കെ ഉള്ളത്. അതേപോലെ തന്നെ കുറെ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. 6-ാം നൂറ്റാണ്ടിൽ പുലികേശി 2-ാമൻ നിർമ്മിച്ചതാണ് ഈ ഒരു കോട്ട എന്ന് പറയപ്പെടുന്നു. ചാലുക്യ രാജവംശത്തിലെ തന്നെ ഏറ്റവും ഉത്തമനായ ഒരു രാജാവായിരുന്നു പുലികേശി 2-ാമൻ. ബദാമി കോട്ട 2 ഭാഗങ്ങളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് നമ്മളിപ്പോ കയറുന്നതും രണ്ടാമത്തേത് മുന്നത്തെ വീഡിയോയിൽ കണ്ട, അതായത് കേവിന് മുകളിലുള്ളതുമാണ്. പുലികേശി 2-ാമനാണ് ഈ ഒരു കോട്ടയുടെ നിർമ്മാണം ചെയ്തതെങ്കിലും പിന്നീട് വന്ന രാജാക്കന്മാർ, അതായത് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരും പല കാലഘട്ടങ്ങളിലായി പല കൂട്ടിച്ചേർക്കലുകളും ഈ കോട്ടയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി പറയേണ്ടത് 18-ാം നൂറ്റാണ്ട് ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ ഈ കോട്ടയ്ക്കും അതേപോലെ തന്നെ ഗുഹാക്ഷേത്രങ്ങൾക്കും വരുത്തിയ മാറ്റങ്ങളാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുക ഇവിടുത്തെ കവാടങ്ങളിലും മറ്റുമാണ്. കൂടാതെ വേറെ പല നിർമ്മിതികളും ഇതിനോടൊപ്പം ചേർത്തിട്ടുമുണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. എന്തായാലും റോക്ക് മ്യൂസിയത്തിൽ നിന്നും
ക്ഷീണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ലോവർ ശിവാലയ്ക്ക് പോകാം. ലോവർ ശിവാലയുടെ തൊട്ടടുത്തായിട്ട് കുറേ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ലോവർ ശിവാലയും കുറേയൊക്കെ പൊളിഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. അതായത് പൂർണ്ണ നിർമ്മിതി അല്ല ഇപ്പോഴേ കാണുന്ന ലോവർ ശിവാലയ എന്ന് പറയുന്നത്. സൂപ്പർ വ്യൂ ആണ്. ഇവിടുന്ന് ബദാമി 1, 2, 3, 4 കേവ്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ബദാമിയുടെ ഒരു സിറ്റി ലൈഫ് കൂടെ ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ബദാം കേവിൻ്റെയും ഇപ്പം നമ്മൾ നിൽക്കുന്ന ബദാം ഫോർട്ടിൻ്റെയും നടുവിലായിട്ട് കൂട്ടം കൂടിയിട്ടാണ് ഇവിടുത്തെ വീടുകളുള്ളത്. അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. അപ്പം നമുക്കത് ലോവർ ശിവാലയിൽ നിന്ന് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നല്ല വിശദമായിട്ട് ഇതൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ജി അവിടെ എന്തോ ചെയ്യുന്നുണ്ടല്ലോ, വെടിമരുന്ന് ഇറക്കിയാണ്. നോക്കട്ടെ, ഇത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോവാ, വീടുകളുടെ അവിടേക്ക് പോവല്ലേ. തിങ്ങി കൂടിയിട്ടുള്ള ബദാമി നഗരത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടാസ്വദിച്ച് നമ്മൾ ഇനിയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമ്മൾ ലോവർ ശിവാലയ കണ്ടു. അപ്പൊ ഇനി പോകുന്നത് അപ്പർ ശിവാലയിലേക്കാണ്. അപ്പർ ശിവാലയ. അപ്പൊ അങ്ങോട്ടേക്ക് നമുക്ക് പോകുന്ന വഴിയൊക്കെ കല്ലിട്ട് പാകി മനോഹരമായിട്ടിരിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആയാസരഹിതമായിട്ട് മുകളിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. ഇതൊരു ഫോർട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫോർട്ടുകളിലും ഇതേപോലെയുള്ള പാത്വേസ് ഉണ്ടാവും. അതിനിടയിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു വഴി കണ്ടത് നമ്മൾ പിന്നീട് പോവാം. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഏറ്റവും മുകളിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയിലാണ്. ഇടുങ്ങിയ പാതകളും അതേപോലെ തന്നെ വിശാലമായ പാതകളും എല്ലാം ഉള്ള ഒരു ഫോർട്ടാണിത്. അപ്പോൾ ശത്രുക്കളിൽ നിന്നും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാവണം ഇതേപോലുള്ള ഇടുങ്ങിയ പാതകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഇതേപോലുള്ള ഇടുങ്ങിയ പാതകളൊക്കെ നമ്മളെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഉന്നതമായ ആൾക്കാരെ, രാജാക്കന്മാരെയും കാര്യങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാവും ഇങ്ങനെ ഒരു ഫോർട്ട് രൂപീകരണം എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം പല ഫോർട്ടുകളിൽ നമുക്ക് ഇതേമാതിരിയുള്ള ഇടുങ്ങിയ പാതകളും അതേപോലെ തന്നെ ഹൈഡ് ചെയ്യാനുള്ള സ്പേസസും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചിത്രദുർഗയിലും ഗണ്ടിക്കോട്ടയിലും കണ്ട പോലെ ഇവിടെയും ഒരു സിഗ്സാഗ് മാതൃകയിലാണ് ഈ ഒരു ഫോർട്ടിൻ്റെ പാത ഉള്ളത്. അപ്പം എന്തായാലും നടന്ന് വയ്യാതായി. അപ്പോഴാണ് ഒരു വിശാലമായ ഒരു പരവതാനി കണ്ടത്. അതായത് ഒരു ഗ്രനറിയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ധാന്യങ്ങളും മറ്റും സൂക്ഷിക്കാനായിട്ട് വളരെ പണ്ടുകാലം മുതൽക്ക്, അതായത് 9000 BCE തൊട്ടിട്ട് ഇങ്ങനെ ഗ്രനറീസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് ഏത് കാലഘട്ടത്തിൽ കെട്ടിയതാണെന്ന് നമുക്ക് ഇപ്പോൾ അറിയില്ല. നമ്മൾ ചിത്രദുർഗ ഫോർട്ടിൽ കണ്ടതും അതേപോലെ തന്നെ ഗണ്ടിക്കോട്ടയിൽ കുറച്ചുകൂടെ വിപുലീകരിച്ച് കുറച്ചുകൂടെ വലിയൊരു ഗ്രനറിയാണ് കണ്ടത്. ഇവിടെ ആണെങ്കിൽ ചിത്രദുർഗയുടെ സെയിം മാതൃകയിലാണ് ഇവിടെയുള്ള ഒരു ഗ്രനറി ഉള്ളത്. അതായത് ഒരു റൗണ്ട് സ്ട്രക്ചറിൽ സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുള്ള ഗ്രനറി. അപ്പോൾ എന്തായാലും നിങ്ങൾ ചിത്രദുർഗ ഫോർട്ടിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. നമ്മളുടെ പ്ലേലിസ്റ്റിലുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രനറിയുടെ ഉൾവശം. നമ്മുടെ പണ്ടുകാലത്തെ ധാന്യം, അതായത് ഫോർട്ടിനകത്ത് ആവശ്യങ്ങൾക്കുള്ള ധാന്യങ്ങളും മറ്റും സൂക്ഷിക്കാനുള്ളൊരു സ്ഥലമാണ് ഈ ഗ്രനറി എന്ന് പറയുന്നത്. ഇവിടെ വേറെയും പല സ്ട്രക്ചറുകൾ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ നല്ല വിശാലമായ ഏരിയ ഒക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് താഴേക്കുള്ള വ്യൂ കുറച്ചുകൂടെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടരാം. ഇനി നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞു വെച്ചാൽ ഏറ്റവും ടോപ്പിലേക്കാണ്. ഇവിടെ ആണ് നമ്മളുടെ ആക്ച്വൽ പാലസ് ഒക്കെ സ്ഥിതി ചെയ്തിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ പറയുക, പൊളിഞ്ഞു കിടക്കുന്ന കുറേ കൺസ്ട്രക്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ പണ്ട്, അതായത് പുലികേശിയൊക്കെ കൺസ്ട്രക്ട് ചെയ്ത പാലസ് ആയിരിക്കണം ഇവിടെ. അതുകൂടാതെ നമുക്ക് അപ്പർ ശിവാലയം നമുക്കിവിടെ തന്നെ കാണാൻ സാധിക്കും കേട്ടോ. ഈ ഒരു ഹില്ലിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് ലെവല് വളരെ ഫ്ലാറ്റാണ്.
ഇതെന്ന് മാത്രമല്ല കേവിന് മുകളിലുള്ള ഒരു പ്രദേശവും ഫ്ലാറ്റാണ്. അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ തന്നെയാണ് കുറേ ദൂരത്തോളം ഈ ഒരു ഹില്ല് പോകുന്നത്. മാൻമെയ്ഡ് കൺസ്ട്രക്ഷൻ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ കാണാൻ പറ്റും ഒരു പ്ലെയിൻ സർഫേസ് ആണ് അപ്പുറത്തുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ അപ്പർ ശിവാലയ എന്ന് പറയുന്നത്. ഈ ഒരു അമ്പലത്തിൽ, അതായത് ഈ ഒരു അപ്പർ ശിവാലയയിൽ പകുതിയും പൊളിഞ്ഞു കിടക്കുന്ന ഒരു സ്ട്രക്ചർ തന്നെയാണ് ലോവർ ശിവാലയ പോലെ തന്നെ. പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ സ്ട്രക്ചേഴ്സ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പർ ശിവാലയയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് സെയ്ദ് ബാഷ ദർഗ ഉള്ളത്. പുലിക്കേശി ഒന്നാമൻ്റെ ക്ലിഫ് ഇൻസ്ക്രിപ്ഷൻ കൂടെ കാണാൻ സാധിക്കും കേട്ടോ. ബദാമിയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ വാനരന്മാരെയാണ്. ഇവിടെ ബാഗൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവന്മാരെ എടുത്തിട്ട് പോട്ടോ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബദാമി ഫോർട്ടിൻ്റെ ഏറ്റവും മേൽത്തട്ടിലുള്ള കുറച്ച് അവശേഷിപ്പുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. നമ്മൾ സാധാരണഗതിയിൽ ഒരു പാറക്കല്ല് അല്ലെങ്കിൽ ഒരു മലയൊക്കെ കണ്ടെന്ന് വെച്ചാൽ ആരെങ്കിലും കൂട്ടിയിട്ടുള്ളതാണെന്നൊരു സംശയം. അതേപോലെ തന്നെ നമുക്ക് പ്രത്യേകതരം കല്ലുകളൊക്കെ കിട്ടും. ഇതൊക്കെ എവിടുന്നാ വന്നേ? ഇങ്ങോട്ട് പോയോ കാണിച്ചാൽ ഇനി വേണ്ട ഒരു ഓട്ടം ഇപ്പുറത്ത് ഒരു കല്ല്. ഈ ഒരു പാറക്കല്ലിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ് ഈ കല്ല്. അതേപോലെ തന്നെ ഇവിടെ കുറേ കല്ലുകളുണ്ട്, അതേപോലെ തന്നെ ഓട്ടകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ ഓട്ടകൾ ഉണ്ടായത് ആ കല്ല് പുറത്ത് വന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ കല്ലുകളും അതേപോലെ തന്നെ ഓട്ടകളും നമുക്ക് ആ ഒരു പാറക്കല്ലിൽ കാണാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാനവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം വന്നത് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ഓരോ കല്ലായിട്ട് വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് വോൾക്കാനിക് എറപ്ഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടാണ് ഈ നമ്മളുടെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? അപ്പോൾ ഇപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യൂ, ഈ ഒരു കല്ല് എങ്ങനെയാണ് ഇതിനകത്ത് വന്നതെന്ന് കേട്ടോ. ഈ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ വരുമ്പോൾ കണ്ട വഴികളൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും see you then, bye bye.